കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചത്. കോഴിക്കോട്ടുകാരനും അതിലുപരി KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ KM അഭിജിത്ത് അതിലുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ലിസ്റ്റ് വന്നപ്പോൾ KM അഭിജിത്ത് പുറത്ത്. ഇതിന് പിന്നാലെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ അതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. അഭിജിത്തിന് ഭാരവാഹിത്വം നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതികരണവുമായി പലരും രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് KSU നേതൃസ്ഥാനങ്ങളിലുള്ള അഭിജിത്തിനെ അനുകൂലിക്കുന്നവരാണ് പരസ്യ വിമർശനവുമായി എത്തിയത്. അഭിജിത്തിനെ മാറ്റി നിർത്തിയവർ അയോഗ്യത കൂടി പറയണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന പോസ്റ്റിലെ ആവശ്യം. അഭിജിത്ത് KSU പ്രസിഡന്റായിരുന്ന കാലത്തെ സമരങ്ങളടക്കം ഓർമ്മപ്പെടുത്തിയാണ് പ്രതികരണങ്ങൾ ഏറെയും. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ബിനു ചുള്ളിയിൽ, ജിൻഷാദ് ജിന്നാസ്, ശ്രീലാൽ ശ്രീധർ, ഷിബിന VK എന്നിവരാണ് സംസ്ഥാനത്ത് നിന്ന് ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രഖ്യാപിച്ച പട്ടികയിൽ 4 പേരും ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് ജിൻഷാദും ശ്രീലാൽ ശ്രീധറും. വൈസ് പ്രസിഡന്റാണ് ഷിബിന. മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് ബിനു. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ബിനുവിന്റെ പേരും യൂത്ത് കോൺഗ്രസ് തലപ്പത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ബിനു മത്സരത്തിൽ നിന്ന് പത്രിക പോലും നൽകാതെ പിന്മാറുകയായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുന്ന യുവ നേതാവാണ് ബിനു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷത്തിനൊപ്പമുള്ള നേതാവാണ് ജിൻഷാദ്. അഭിജിത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തിയവരിൽ നിലവിലെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും മുതൽ ജില്ലാ പ്രസിഡന്റുമാർ വരെയുണ്ട്. അഭിജിത്ത് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ KSUവിന്റെ വിവിധ ഘട്ടങ്ങളിൽ ചുമതലയുണ്ടായിരുന്ന നിലവിലെ യൂത്ത് കോൺഗ്രസ് KSU ഭാരവാഹികളാണ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയവരിൽ ഏറെയും. അതേസമയം ഭാരവാഹി പട്ടികയിൽ അവസാന നിമിഷം വരെ അഭിജിത്തിന്റെ പേരുണ്ടായിരുന്നു എന്നാണ് വിവരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലാണ് അഭിജിത്തിന്റെ പേര് വെട്ടിപ്പോയതെന്ന് സൂചനയുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ KM അഭിജിത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട KSU നേതാവായിരുന്നു. അഭിജിത്തിനെ KSU സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുന്നത് തന്നെ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഇടപെടലിന്റെ ഭാഗമായിരുന്നു. അടിയുറച്ച ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരനായിരുന്നു അഭിജിത്ത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം A ഗ്രൂപ്പ് ശിഥിലമായി പല വഴിക്ക് പോയപ്പോൾ KM അഭിജിത്ത് പെരുവഴിയിലായി. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഗ്രൂപ്പ് മാനേജർമാരായി ഈ ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടെ പ്രവർത്തിക്കുന്ന പലരും പുറത്തായി. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് അഭിജിത്തും JS അഖിലുമൊക്കെ. അതേസമയം KM അഭിജിത്തിനെ കൊയിലാണ്ടിയിൽ മത്സരിപ്പിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന അഭിപ്രായം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ അഭിജിത്ത് മത്സരിച്ചിരുന്നു. പരാജയപ്പെട്ടെങ്കിലും നില മെച്ചപ്പെടുത്താൻ അന്ന് അഭിജിത്തിന് കഴിഞ്ഞിരുന്നു. പൊതുവെ കേരളത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ നേതാവാണ് അഭിജിത്ത്. KSUവിനെ നയിക്കുന്ന കാലത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ ആ പ്രവർത്തന മികവ് പിന്നീട് എവിടെയും അംഗീകരിച്ചു കണ്ടില്ല. ഇന്നിപ്പോൾ അഭിജിത്ത് എന്ന രാഷ്ട്രീയ നേതാവ് വീണ്ടും ചർച്ചയായി മാറുമ്പോൾ ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇതുപോലുള്ള കാര്യങ്ങളിൽ തിരുത്തലുകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇനിയും ഒരുപാട് വർഷം പാർട്ടി പ്രതിപക്ഷത്ത് തന്നെ തുടരേണ്ടി വരും. ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള രീതിയിലേക്കൊന്നും കോൺഗ്രസ് മാറിയിട്ടില്ല. അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഒരിക്കലും പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള യുവ നേതാക്കളെ ഇതുപോലെ അവഗണിക്കില്ലായിരുന്നു. KM അഭിജിത്ത് കോൺഗ്രസിനെ ആഴത്തിൽ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായ വിഴുപ്പലക്കലുകൾക്ക് അദ്ദേഹം ഒരിക്കലും വരികയില്ല. എന്നാൽ ഇതുപോലുള്ള ആളുകളെ തഴയുന്നത് വഴി പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് ഓർക്കേണ്ടവർ ഓർത്താൽ നല്ലത്.